നിങ്ങൾ ഈ ചാനൽ കണ്ടോ? ഈ ചാനൽ തുടങ്ങിയിട്ട് വെറും 3 ആഴ്ചയായിട്ടുള്ളൂ. അപ്പോഴേക്കും അവർ ഏകദേശം $10,000, അതായത് 10 ലക്ഷത്തോളം രൂപ ഏൺ ചെയ്ത് കഴിഞ്ഞു. ASMR കാർ റീസ്റ്റോറേഷൻ എന്നിട്ടുള്ള പുതിയൊരു ജേണറിലുള്ള ഒരു വീഡിയോ ആണിത്. ഇത് പൂർണ്ണമായിട്ടും AI ഉപയോഗിച്ചിട്ടാണ് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കൺസെപ്റ്റ് ഭയങ്കര സിമ്പിളാണ്. ഫസ്റ്റ് പേഴ്സൺ പെർസ്പെക്റ്റീവിൽ ഒരാൾ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് കൂടെ നടക്കുകയും അവിടെ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്ന പഴയ വണ്ടികളോ ട്രെയിനുകളോ ഒക്കെ കണ്ടെത്തി അത് റിപ്പയർ ചെയ്യുന്നതുമായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഇതേപോലത്തെ കണ്ടൻറ്റ് 2 ടൂളുകൾ മാത്രം ഉപയോഗിച്ച് എങ്ങനെ തികച്ചും സൗജന്യമായിട്ട് നിർമ്മിക്കുക എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗൂഗിൾ AI സ്റ്റുഡിയോൻ്റെ വെബ്സൈറ്റിലേക്ക് പോവുക. ഇത് ഫ്രീ ആണ്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇവിടുത്തെ AI അസിസ്റ്റൻറ്റിനെ ഉപയോഗിക്കാം. ഇതിൽ പോയിട്ട് ജെമിനി 1.5 ഫ്ലാഷ് എന്ന മോഡൽ സെലക്ട് ചെയ്യാം. ഇനി പ്രോംപ്റ്റുകൾ തെറ്റാതിരിക്കാൻ ഒരു ട്രിക്ക് പറഞ്ഞുതരാം. റിക്വസ്റ്റ് സെറ്റിംഗ്സിൽ പോയിട്ട് URL കോണ്ടെക്സ്റ്റ് എന്ന ഫംഗ്ഷൻ എനേബിൾ ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ കോമ്പറ്റീറ്ററുടെ വീഡിയോൻ്റെ ലിങ്ക് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഈ പ്രോംപ്റ്റ് ഇതേപോലെ ടൈപ്പ് ചെയ്യുക. ഞാനിപ്പോൾ ടൈപ്പ് ചെയ്യാൻ പോകുന്ന പോലെ. ഇപ്പോൾ ആ വീഡിയോ അനലൈസ് ചെയ്ത് നമുക്ക് വേണ്ട പ്രോംപ്റ്റ് കൃത്യമായിട്ട് ഈ ടൂൾ ജനറേറ്റ് ചെയ്ത് തരും. അടുത്തതായിട്ട് നമ്മൾ ആദ്യത്തെ സീനിന് വേണ്ടിയിട്ടുള്ള പ്രോംപ്റ്റ് AIയോട് ചോദിക്കുക. അപ്പോൾ ഫസ്റ്റ് സീൻ ഇൻ ദ ഫോറസ്റ്റ് 16:9 ആസ്പെക്ട് റേഷ്യോ, ഫസ്റ്റ് പേഴ്സൺ പെർസ്പെക്റ്റീവിലുള്ള ഒരു വീഡിയോ ആണ്. ഒരാൾ കാട്ടിനകത്ത് കൂടെ നടക്കുന്നത് ആയിട്ടുള്ള ഒരു വീഡിയോ, ഒരു സീൻ ജനറേറ്റ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനോട് പറയുക. അപ്പോൾ ആ പ്രോംപ്റ്റ് ഒരു ജനറേറ്റ് ചെയ്ത് തരും. ആ പ്രോംപ്റ്റ് നമ്മൾ ജസ്റ്റ് കോപ്പി ചെയ്യാം. ഇനി നമുക്ക് രണ്ടാമത്തെ ടൂളായിട്ടുള്ള ഗൂഗിൾ ഫ്ലോയിലോട്ട് പോകാം. ഇതും ഫ്രീ ആണ്. സബ്സ്ക്രിപ്ഷൻ സെക്ഷനിൽ പോയിട്ട് പ്രോ സബ്സ്ക്രിപ്ഷൻ എടുക്കുക. 1 മന്ത് ട്രയൽ സെലക്ട് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ മാസം നമ്മൾ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. അത് നമുക്ക് മോർ ദാൻ ഇനഫാണ് ഈ വീഡിയോസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ക്രിയേറ്റ് ന്യൂ പ്രൊജക്റ്റ് പറഞ്ഞിട്ടുള്ള ഈ ഓപ്ഷൻ എടുത്തിട്ട് അതിൽ ക്രിയേറ്റ് ഇമേജ് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മുടെ പ്രോംപ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്യാം. അതിൻ്റെ സെറ്റിങ്സ് ഇങ്ങനെ കൊടുക്കുക. മോഡൽ നെയിം നാനോ ബനാന പ്രോ, ജനറേഷൻസ് 1 മതി, പിന്നെ റെസൊല്യൂഷൻ 16:9 കൊടുക്കുക. എന്നിട്ട് ജനറേറ്റ് ചെയ്തിട്ട് ഒരു മിനിറ്റോളം വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് പേഴ്സൺ വ്യൂവിലുള്ള കാട്ടിലൂടെ നടക്കുന്ന നമ്മുടെ ആദ്യത്തെ ചിത്രം റെഡി. രണ്ടാമത്തെ ഫ്രെയിമിനായിട്ട് നമുക്ക് വേണ്ടത് പുള്ളി കാട്ടിനകത്ത് നിൽക്കുമ്പോൾ ഈ കാട്ടിനകത്ത് മരങ്ങൾക്കിടയിൽ കൂടെ നോക്കുമ്പോൾ പഴയൊരു ട്രെയിൻ കാണുന്ന ഒരു സീനാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ AI സ്റ്റുഡിയോയിൽ പോയിട്ടുള്ള ഇതിനുള്ള പ്രോംപ്റ്റ് കൊടുക്കുക. അത് നമുക്ക് വേണ്ടത് എന്താണെന്ന് അവിടെ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുക ഇതേപോലെ. അപ്പോൾ നമുക്കൊരു ഒരു പ്രോംപ്റ്റ് അവിടെ കിട്ടും. ആ പ്രോംപ്റ്റ് ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് ഫ്ലോയിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു ഫോട്ടോ കിട്ടും. അപ്പോൾ നമുക്ക് ഈ ചിത്രം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വീണ്ടും ജനറേറ്റ് ചെയ്യാൻ നോക്കി പ്രോംപ്റ്റ് ചേഞ്ച് ചെയ്യുകയോ ചെയ്യാം. എനിക്ക് മൂന്നാമത്തെ ട്രൈ ചെയ്തപ്പോഴാണ് നല്ലൊരു ഫോട്ടോ കിട്ടിയത്. അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ കഥയ്ക്കനുസരിച്ചുള്ള ബാക്കി ചിത്രങ്ങൾ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ക്രോണോളജിക്കൽ ഓർഡറിൽ ജനറേറ്റ് ചെയ്യുക. എന്നിട്ട് ട്രെയിനിൻ്റെ അടുത്തെത്തുന്നതും ഞാൻ തൊട്ട് നോക്കുന്നതൊക്കെ ആയിട്ടുള്ള ഏകദേശം ഒരു 19 ചിത്രങ്ങളോളം ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഇമേജസ് വേണം എന്നുള്ളത് നിങ്ങളുടെ സ്ക്രിപ്റ്റിനെ ആശ്രയിച്ചിരിക്കും. നിങ്ങൾക്ക് 5 മിനിറ്റിൻ്റെയോ അല്ലെങ്കിൽ 10 മിനിറ്റിൻ്റെയോ ലെങ്ത്തുള്ള വീഡിയോസ് ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങളുടെ തീരുമാനം, കാരണം നിങ്ങളാണ് നിങ്ങളുടെ വീഡിയോയുടെ ക്രിയേറ്റർ. അതുപോലെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ കഥകൾ ബാക്കിയുള്ളവരുടെ അടുത്ത് നിന്ന് തികച്ചും ഡിഫറൻ്റ് ആയിരിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ കോപ്പി അടിക്കരുത്. അതേ സ്റ്റോറി അതേപോലെ കോപ്പി അടിക്കരുത്. നിങ്ങളുടെ സ്റ്റോറി ഡിഫറൻ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ ഈ AI ന്യൂറൽ നെറ്റ്വർക്കിന് ഒരേ ക്യാരക്ടറുകളും വസ്തുക്കളൊക്കെ കറക്റ്റായിട്ട് അതേ ഇതായിട്ട് ജനറേറ്റ് ചെയ്യണമെങ്കിൽ കറക്റ്റ് കൺസിസ്റ്റൻസിയോട് കൂടി ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ട്രെയിനിൻ്റെയോ ആ സ്ഥലത്തിൻ്റെയോ ഒരു റെഫറൻസ് ഇമേജ് ഉപയോഗിക്കാനായിട്ട് മറക്കരുത്. ഇപ്പോൾ എൻ്റെ എല്ലാ ഇമേജസും റെഡി ആയിട്ടുണ്ട്. എനിക്കിപ്പോൾ 19 ഇമേജസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ നല്ല സ്റ്റോറി ബോർഡ് ഉണ്ടാക്കുകയും ട്രെയിനിൻ്റെ പൂർണ്ണമായിട്ടുള്ള റീസ്റ്റോറേഷൻ കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഈ ചിത്രങ്ങളെല്ലാം നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഈ ഇമേജ് ക്രിയേഷൻ തൊട്ടിട്ട് ആനിമേഷൻ വരെയുള്ള ഫുള്ള് ഇൻസ്ട്രക്ഷൻസും റിക്വസ്റ്റുകളും അടങ്ങിയിട്ടുള്ള റെഡിമെയ്ഡ് പ്രോംപ്റ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു പ്രോംപ്റ്റ് ഗൈഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലാക്കാൻ എൻ്റെ പ്രോംപ്റ്റ് ഗൈഡ് റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കാം. ആ പ്രോംപ്റ്റിൻ്റെ ഒരു ഫയലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. ഇനി നമുക്ക് ആനിമേഷനിലേക്ക് കടക്കാം. നമ്മൾ ഇതേ ഫ്ലോ വെബ്സൈറ്റിൽ തന്നെയാണ് ആനിമേഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. കാരണം ഇതിൽ ഭയങ്കര നല്ല മികച്ച ഹൈ ക്വാളിറ്റി സൗണ്ടിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനുവേണ്ടി പ്രത്യേകം എഡിറ്റിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ മുഴുവൻ പ്രോസസ്സ് ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. ആദ്യം ഗൂഗിൾ AI സ്റ്റുഡിയോയിൽ പോയിട്ട് ആദ്യത്തെ സീൻ അപ്ലോഡ് ചെയ്തിട്ട് റിക്വസ്റ്റ് എഴുതുക. നമുക്ക് കാട്ടിലൂടെ നടക്കാനുള്ള ഒരു പ്രോംപ്റ്റാണ് ഇനി എഴുതേണ്ടത്. അപ്പം കാട്ടിലൂടെ നടക്കുന്നതാണ് ആദ്യത്തെ സീന്. ആ AIയിൽ നല്ലൊരു പ്രോംപ്റ്റ് ലഭിക്കാനായിട്ട് നിങ്ങൾ ആ ചിത്രം ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് ആ ആനിമേഷനിൽ എന്ത് സംഭവിക്കണമെന്ന് ചുരുക്കത്തിലൊന്ന് വിവരിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നല്ല നിലവാരമുള്ളൊരു പ്രോംപ്റ്റ് കിട്ടും. ആ പ്രോംപ്റ്റ് നമ്മൾ കോപ്പി ചെയ്തിട്ട് ഫ്ലോയിൽ വീഡിയോ ഫംഗ്ഷനിലിട്ട് വരിക. എന്നിട്ട് ഫ്രെയിം ടു വീഡിയോ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ആദ്യത്തെ ചിത്രം ഒരു സ്റ്റാർട്ട് ഫ്രെയിമായിട്ട് അപ്ലോഡ് ചെയ്തിട്ട് ഈ റെസൊല്യൂഷൻ 16:9, നമ്പർ ഓഫ് ജനറേഷൻസ് 1, മോഡൽ VO 3.1 ഫാസ്റ്റ് എന്നുള്ള ഈ സെറ്റിങ്സ് അങ്ങനെ തന്നെ വെച്ചിട്ട് ജനറേറ്റ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് കുറച്ച് നേരം കാത്തിരിക്കുക. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് സീൻ റെഡിയായി. ഇനി നമുക്കൊന്ന് കണ്ടു നോക്കാം.
അപ്പോൾ നിങ്ങളുടെയും ഇതുപോലത്തെ തന്നെ നല്ലൊരു ഫ്രെയിം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, കിട്ടുമായിരിക്കും. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വീഡിയോൻ്റെ ഇടത് കോർണറിലുള്ള ആഡ് ടു സീൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഡിറ്റിംഗ് പാനലിലോട്ട് കയറാം. അവിടെ നിങ്ങൾക്ക് ഉടൻ തന്നെ പുതിയ സീനുകൾ ജനറേറ്റ് ചെയ്യാനും ഫ്രെയിമുകൾ ട്രിം ചെയ്യാനൊക്കെ പറ്റും. ഈ രീതിയിൽ വേറെ ജനറേറ്റ് ചെയ്യണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു ഫുള്ളായിട്ടുള്ള വീഡിയോ ഇവിടെ തന്നെ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ചിത്രം ഗൂഗിൾ AI സ്റ്റുഡിയോയിലോട്ട് അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ ആനിമേഷനിൽ എന്ത് സംഭവിക്കണം എന്നുള്ളത് ഒരു ബ്രീഫായിട്ടൊന്ന് എഴുതി കൊടുക്കുക. അപ്പോൾ നമുക്കൊരു പ്രോംപ്റ്റ് കിട്ടും. ആ പ്രോംപ്റ്റ് ഇതേപോലെ കോപ്പി ചെയ്തിട്ട് ഫ്ലോയിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ളൊരു ആനിമേഷൻ റെഡിയായി കിട്ടും. അപ്പോൾ നമുക്ക് വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ലല്ലോ. ഇതന്നെ ബാക്കിയുള്ള ഇമേജസിന് ചെയ്യണം. 19 ഇമേജസിന് ഒരു ക്രോണോളജിക്കൽ ഓർഡറിന് ഇതേ പ്രോസസ്സ് ഫോളോ ചെയ്താൽ മതി. നിങ്ങൾ ജനറേറ്റ് ചെയ്യുന്ന ഓരോ വീഡിയോസിനും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈൻ ഉപയോഗിക്കണമെന്ന് ഞാൻ പ്രത്യേകം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളുടെ കോമ്പറ്റീറ്ററിൻ്റെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് നേരിട്ട് കോപ്പി ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, പക്ഷേ പകരം വേറെ സ്റ്റോറി വേണം ഉണ്ടാക്കാൻ. ഉദാഹരണത്തിന് ഇപ്പോൾ ഈ കാർഡിന് പകരം ഒരു മരുഭൂമിയിൽ നിന്ന് പുള്ളിക്ക് ഒരു ട്രെയിൻ കിട്ടുന്നോ കാർ കിട്ടുന്നോ ഒക്കെ ആയിട്ട് എഴുതിയിട്ട് അതിന് റീസ്റ്റോർ ചെയ്യുന്ന പോലെയൊക്കെ എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ, അതുപോലെ വേണം ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ടുകൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ ഐഡിയാസ് എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് കമൻറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് മനസ്സിലാക്കാമായിരുന്നു. അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് കമൻറ്റിൽ പറയാം. അപ്പോൾ എൻ്റെ വീഡിയോ ജനറേഷൻ ഏകദേശം കഴിഞ്ഞു. എനിക്കിനി 2 ഫ്രെയിമുകൾ കൂടി ജനറേറ്റ് ചെയ്യാനുള്ളൂ. അപ്പോൾ അവൻ ആ ക്ലീൻ ആയിട്ടുള്ള ട്രെയിന് ഒന്ന് തുടച്ച് വൃത്തിയാക്കുന്നതും പിന്നെ അവസാനത്തെ ഫ്രെയിമിൽ ആ ട്രെയിൻ സന്തോഷത്തോടെ ഓടിച്ചു പോകുമ്പോൾ ആ പുള്ളി അതിനോട് യാത്ര പറയുന്നതായിട്ടുള്ളൊരു സീൻ കൂടി ജനറേറ്റ് ചെയ്യാനുള്ളൂ. അപ്പോൾ നിങ്ങൾ വീഡിയോ ജനറേഷനൊക്കെ ഫിനിഷ് ചെയ്തതിന് ശേഷം ഇനി ജനറേറ്റ് ചെയ്ത എല്ലാ വീഡിയോകളും ഡൗൺലോഡ് ചെയ്യാനായിട്ട് മറക്കരുത്. അവസാനത്തിൽ നമുക്ക് ഈ ജനറേറ്റ് ചെയ്ത വീഡിയോസ് എല്ലാം ഏതെങ്കിലും ഒരു വീഡിയോ എഡിറ്ററിൽ ഈ വീഡിയോസ് എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്തെടുക്കുക. എഡിറ്റിങ്ങിൽ വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ജസ്റ്റ് വീഡിയോസ് എല്ലാം ഓർഡറിൽ വലിച്ചിട്ടിട്ട് ആനിമേഷനൊക്കെ ഒന്ന് അടിപൊളിയാവാൻ വേണ്ടിയിട്ട് ആ ഫ്രെയിമുകളൊക്കെ ഒന്ന് ചിലപ്പോൾ ഒന്ന് ട്രിം ചെയ്യുക. അതുപോലെ ഏറ്റവും മികച്ച സെറ്റിങ്സ് തന്നെ ഒന്ന് എക്സ്പോർട്ട് ചെയ്യുക. അത് 4K തന്നെ എക്സ്പോർട്ട് ചെയ്യുക. ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോ ഒന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതാണ് അവസാനമായിട്ട് എനിക്ക് കിട്ടിയ വീഡിയോ. ഇത് വളരെ നന്നായിട്ട് വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ പറയാം. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉപകാരപ്രദമായിട്ടില്ലെങ്കിൽ നിങ്ങൾ ആസ് യൂഷ്വൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ASMR കാർ റീസ്റ്റോറേഷൻ കണ്ടൻറ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ പുതിയൊരു കണ്ടൻറ്റായിട്ട് കാണാം. ബൈ ബൈ.